ഹായ് ഓൾ, ഇന്നത്തേതൊരു ഉഴുന്നുവട റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിൽ പലരും വീട്ടിൽ ഉഴുന്നുവട തയ്യാറാക്കാൻ നോക്കാത്തതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഉഴുന്നുവടയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ഷേപ്പ് ഇല്ലാതെ തന്നെ എങ്ങനെ കറക്റ്റ് ഒരു തട്ടുകട ടേസ്റ്റിൽ ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 2 മണിക്കൂർ കുതിർത്താൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ജാറിലോട്ട് ഉഴുന്നിട്ട് കൊടുത്തിട്ട് 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ് ഇതിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം കൂടി പോവാതെ ഒരു 2-3 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് അരിപ്പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും പിന്നെ ചെറിയൊരു പീസ് സവാള ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് ചെറിയ ഷേപ്പിൽ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറായി കിട്ടും. അപ്പോൾ ഇവിടെ ഉഴുന്നുവട നമ്മളിങ്ങനെ ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വട തയ്യാറായി വന്നതിന് ശേഷം നമ്മളിതിലോട്ടൊരു ചട്നി തയ്യാറാക്കുന്നുണ്ട്. അതിനൊരു 3 പച്ചമുളകും പിന്നെ ഒരു 3 അല്ലിയും വെള്ളുള്ളിയും അതുപോലെ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനെഗറും ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ചട്നി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ ഉഴുന്നുവട ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ. ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.